അടിപൊളി ടേസ്റ്റിലുള്ള ഹെൽത്തിയായ ഈ ലഡു എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയതെന്ന് കഴിക്കുന്നവർക്ക് പോലും പറയാൻ പറ്റില്ല. ഇത് നമ്മൾ ഉണ്ടാക്കിയത് ഈ സീസണിൽ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള, അതുപോലെ തന്നെ നമ്മളിത് ഒരുപാട് വേസ്റ്റ് ആക്കിയും കളയുന്ന ഒരൈറ്റം വെച്ചിട്ടാണ്. നമ്മളിത് ഉണ്ടാക്കിയത് ഈ ചക്കക്കുരു വെച്ചിട്ടാണ്. ഇത് വെച്ച് മിക്കവരും കറിയും തോരനും മെഴുക്കുവരട്ടിയും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ഇതുകൊണ്ട് ഇതുപോലെ ലഡു ഉണ്ടാക്കി കഴിഞ്ഞാൽ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും, നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ ലഡു ഉണ്ടാക്കാനായി കുറച്ച് ചക്കക്കുരു എടുത്ത് ഒരു ചട്ടിയിലോ അല്ല കടായിയിലോ ഇട്ട് ചെറിയ ഫ്ലെയിമിൽ നല്ലതുപോലെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ അകമൊക്കെ നന്നായിട്ട് വെന്ത് വരണം, അതുവരെ നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കണം. ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പുറംതൊലിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞും പോവും, അകമൊട്ട് വേഗത്തുമില്ല. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ ഇത്തിരി സമയം എടുത്താണെങ്കിലും അകമൊക്കെ നല്ലതുപോലെ വെന്ത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇതൊരു നൊസ്റ്റാൾജിക് രുചി കൂടിയാണ്. പണ്ട് തൊട്ട് ചക്കക്കുരു ഇങ്ങനെ വറുത്ത് ശർക്കരയും തേങ്ങയൊക്കെ കൂട്ടി കഴിക്കാറുണ്ട്. ശരിക്കും ചക്കക്കുരു ഇങ്ങനെ വേസ്റ്റാക്കി കളയേണ്ട ഒരു ഐറ്റം അല്ല. ഇത് ധാരാളം പ്രോട്ടീനും ഫൈബറും ഒക്കെ ഉണ്ട്. അതുപോലെ ഇതിൻ്റെ ചുവന്ന തൊലി കളയേണ്ട ആവശ്യമേ ഇല്ല. അതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. നമ്മുടെ മുടിക്കും സ്കിന്നിനും ഒക്കെ ഇത് നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കറുത്ത് വരാൻ തുടങ്ങുമ്പോൾ ഒരു ചക്കക്കുരു എടുത്ത് നോക്കുമ്പോൾ അകമൊക്കെ നല്ല വെന്ത് പുട്ടുപോലെ ആവണം. അതാണ് അതിൻ്റെ പരുവ്. അപ്പോൾ അകമൊക്കെ നന്നായി വെന്ത് നമ്മുടെ ചക്കക്കുരു പെർഫെക്റ്റ് ആയിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ. ഈ സമയം കൊണ്ട് നമുക്കൊരു കടായിൽ 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ബ്രൗൺ കളറൊന്നും ആക്കേണ്ട ആവശ്യമില്ല. തേങ്ങയിലെ വെള്ളമയൊക്കെ ഒന്ന് വറ്റി ഒന്ന് ഡ്രൈ ആയി കിട്ടണം, അത്രയേ ഉള്ളൂ. ഇപ്പോഴേക്കും നമ്മുടെ ചക്കക്കുരു ഒക്കെ തണുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. അതിൻ്റെ പുറത്തെ വെള്ള തൊലി മാത്രമേ കളയുന്നുള്ളൂ, അകത്തുള്ള ചുമന്ന തൊലി കളയുകയും ചെയ്തത്. ചക്കക്കുരുൻ്റെ ഏറ്റവും ഗുണമുള്ള ഭാഗം ഈ ചുവന്ന തൊലിയാണ്. അപ്പോൾ അത് കറി വെക്കുമ്പോഴാണെങ്കിലും അത് കളയേണ്ട ആവശ്യമില്ല. അതുപോലെ ചക്കക്കുരു ഗ്യാസ് ട്രബിൾ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. അതുകൊണ്ട് കറി വെക്കുമ്പോഴാണെങ്കിലും ഈ ചുവന്ന തൊലി കളയാതെ ഉപയോഗിക്കുകയാണെങ്കിൽ ഗ്യാസ് ട്രബിൾ ഒരു പരിധിവരെ ഉണ്ടാവില്ല. ഇനി നമുക്ക് വേണ്ട കുറച്ച് വറുത്ത നിലക്കടലയാണ്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്കെടുക്കണം. ഇതിൻ്റെ ഒപ്പം നമുക്ക് വേണം കാഷ്യൂ നട്ട്സോ ബദാമോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ലഡു കുറച്ചുകൂടി ഹെൽത്തി ആവും. അപ്പോൾ ഈ പീനട്സിൻ്റെ എല്ലാം തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് തൊലി കളഞ്ഞു വെച്ചിരിക്കുന്ന ചക്കക്കുരുവും പീനട്സും വറുത്തെടുത്ത തേങ്ങയും മധുരത്തിനാവശ്യമായ ശർക്കര പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ ഫ്ലേവറിനായിട്ട് 2-3 ഏലക്ക കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. മധുരത്തിന് ശർക്കര പൊടിക്ക് പകരം ഡേറ്റ്സ് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിതെല്ലാം കൂടി പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നല്ല ലഡു ഷേപ്പിലാക്കി ഉരുട്ടിയെടുക്കാം. ഈ ലഡു ഇത് എന്തിൻ്റെയാണെന്ന് പറയാതെ ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും നിങ്ങളോട് ചോദിക്കും, ഇത്ര ടേസ്റ്റിയായ ലഡു എവിടെ നിന്ന് വാങ്ങി, അല്ല എന്തുകൊണ്ടുണ്ടാക്കിയെന്ന്. അത്ര രുചിയാണ് ഇതിന്. ഇപ്പം ചക്കയും ചക്കക്കുരു ഒക്കെ ധാരാളമായിട്ടുള്ള സമയമാണ്. അപ്പോൾ ഈ ചക്കക്കുരു ഇങ്ങനെ വേസ്റ്റ് ആക്കി കളയാതെ ഒരു പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീട്ടിലുള്ള എല്ലാവർക്കും ഇതെന്തായാലും ഇഷ്ടമാവും. അത്ര രുചിയുള്ള ഐറ്റമാണ്. ഇതിങ്ങനെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരാഴ്ച വരെ നമുക്ക് ഉപയോഗിക്കാം. ദിവസം 1 കഴിച്ചാൽ മതി. നല്ല ഹെൽത്തി ആയിട്ടുള്ള ലഡുവാണ്. അപ്പോൾ നിങ്ങളിത് കഴിച്ചിട്ടില്ലെങ്കിൽ, ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം. സൂപ്പർ ഐറ്റമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.